കൊല്ലം കുരീപ്പുഴയിൽ ബോട്ടുകളിൽ വൻ തീപിടുത്തം. കുരീപ്പുഴ പള്ളിക്ക് സമീപത്തെ കായൽക്കരയിൽ കെട്ടിയിട്ടിരുന്ന 10 ബോട്ടുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. രാത്രി 2 മണിയായപ്പോൾ ഡാരി എന്ന് പറയുന്ന പെൺകുട്ടി, ഈ വീട്ടിലെ പെൺകുട്ടി നിലയം വിളിച്ച് ഓടി വരുമ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ 2 ബോട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ബോട്ടിന് അടുത്ത് കിടന്ന ബോട്ട് 8 എണ്ണത്തിന് ഞാനും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പൂട്ട് തല്ലി പൊട്ടിച്ച് രക്ഷപ്പെടുത്തി. ആ ബോട്ട് കിഴക്കേ സൈഡിൽ കിടക്കുന്നത് 9 ബോട്ടും ഒരു ഫയർ വെള്ളമാണ് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പത്തനാപുരം മുതൽ ശാസ്താംകോട്ട വരെയുള്ള ഫയർഫോഴ്സുകാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ വിളിച്ചു ചോദിച്ചു ഇവിടുത്തെ ആൾക്കാർ മേടെ നിൽക്കാന്നാ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മേടെ കയറി നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ബോട്ടിനകത്ത് തീ പിടിക്കണം. താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നോക്കുമ്പോൾ മുഴുവൻ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അത് തിരക്കിപ്പോഴാണ് പറയുന്നത് 10-12 ബോട്ട് ഉണ്ടായിരുന്നതിൽ 6-5 അടിച്ചുകൊണ്ട് പോയി, ബാക്കി 10 കത്തിപ്പോയത്. ഞാനിവിടെ ഇറങ്ങി വന്നിരിക്കുന്ന സമയത്ത് ഒരു സിലിണ്ടർ ഒറ്റയടിക്കാതെ പൊട്ടിപ്പോയി. അത് ഞങ്ങളുടെ മേലെ എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, ഇത് ഈ സംഭവം അത് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് എന്ന് പറയുന്നു. എത്ര ബോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു? മറ്റു വിവരങ്ങൾ എന്താണ്? ഭാഗ്യവശാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ആൾനാശമൊന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ്. ഇതിപ്പോ കുളച്ചൽ പൂവാർ സ്വദേശികളുടെ ബോട്ടുകളാണ് കത്തിനച്ചത്. പുലർച്ചെ 2:30 സംഭവം. കൊല്ലം കുരിപ്പുഴയിലാണ്. കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളാണ്. ആദ്യം 2 ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. പിന്നീട് മറ്റു ബോട്ടുകളിലേക്കും തീ വ്യാപിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ജില്ലയിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നായിട്ടുള്ള ഫയർഫോഴ്സ് സംഘമാണ് സ്ഥലത്തെത്തിയത്. ഈ മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചതിനെ തുടർന്നാണ് അവിടേക്ക് ഫയർഫോഴ്സ് സംഘം എത്തുന്നത് പോലും. പക്ഷേ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് അവർക്ക് എത്തിപ്പെടാൻ അധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചെറു വള്ളങ്ങളിലായിട്ടായിരുന്നു അവിടേക്ക് എത്തിയതും. അതിന്റെ ഒരു ചെറിയൊരു താമസം ഉണ്ടായി. ഈ താമസം വലിയ രീതിയിൽ തീ ആളിപ്പടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്തു. എന്തായാലും 10 ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ബോട്ട് ഫൈബർ ബോട്ടാണ്. ഇത് മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ബോട്ടുകളാണ്. ഇവർ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് നങ്കൂരം ഇട്ടിരുന്ന ബോട്ടുകളാണ്. 2 ബോട്ടിലാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന മറ്റു ബോട്ടുകളിലേക്കും തീ പടരുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളും ഫയർഫോഴ്സും ചേർന്ന് 8 ബോട്ടുകൾ കെട്ടഴിച്ചു വിടുകയും കായലിലേക്ക് തള്ളിവിടുകയും ചെയ്തു. അതുകൊണ്ട് 8 ബോട്ടുകളിലേക്ക് തീ പടരാതെ ഇരിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ എന്തായാലും 10 ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തും എന്ന് കളക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു ബോട്ടിൽ തീപിടാനുണ്ടായ സാഹചര്യം എന്താണ്, അതുപോലെ തന്നെ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണോ ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചതെന്നടക്കം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഗ്യാസ് വള്ളങ്ങളും ഉണ്ട്. ഇതിൽ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. മത്സ്യബന്ധനത്തിനായിട്ട് പോകുമ്പോൾ ആഹാരം പാകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുണ്ട്. ഇതിൽ നിന്നാണോ തീ പടർന്നത് എന്നടക്കമാണ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസവും സമാനമായ രീതിയിൽ ബോട്ടപകടം തീപിടുത്തം ഉണ്ടായിരുന്നു. 2 ബോട്ടുകൾ പൂർണ്ണമായും കത്തിനച്ച സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. തുടർന്നും ഈ സമാനമായ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണ് സാഹചര്യം? ഏതായാലും വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. നിരവധി ബോട്ടുകൾ കത്തി നശിക്കുന്നു. കോടികളുടെ നാശനഷ്ടമാണ് പ്രതീക്ഷിക്കേണ്ടത്.